നിങ്ങൾ ആചാരമാണെന്ന് പറയുന്നതും ദൈവത്തെ പൂജിക്കാന്ന് പറയുന്നതും കുറെ ശബ്ദമൊക്കെ നിങ്ങൾ എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഇതൊന്നും ചൊല്ലിയാലും ഒരു ഉൾക്കൊടിക്കും അങ്ങയുടെ രോമത്തെ സ്പർശിക്കുന്നത് അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യമല്ല. അല്ല ആയിക്കോട്ടെ, എന്തെങ്കിലും എന്റെ ഭാഗത്ത് സ്പർശിക്കല്ല. ഒരു ഉറുമ്പിനെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആത്മീയ ശക്തി കൊണ്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റുമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. അതേസമയം നിങ്ങൾ പറയും നിങ്ങളുടെ മന്ത്രവാദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെ മുഴുവൻ നിങ്ങൾ സംഹരിച്ചു. നിങ്ങൾ എന്നോട് ചോദ്യമെങ്കിൽ ചണ്ടാളബാബ ഏകദേശം 40-41 കൊല്ലമായി ഭൂമിയിൽ വന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനത്തെ അവകാശവാദം പറഞ്ഞു എങ്കിൽ അങ്ങ് വേണം അംഗീകരിക്കാം. ചോദ്യം എന്നോടാകുമ്പോൾ എന്നോട് ബന്ധപ്പെട്ടത് പറയണം. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട് നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊള ആൻസറാ. നിങ്ങൾക്ക് നാണമില്ല ഈ ചണ്ടാള ബാബ എന്നൊക്കെ പറയാൻ? എന്താണ് ഈ ബ്രാഹ്മണ്യ ഉണ്ടാക്കിയ വൃത്തികേടിന്റെ ചാതുവർണ്ണത്തിൽ പോലും വിടാതെ 5ാമതാക്കി മാറ്റി നിർത്തിയ അടിമകളാണ് പഞ്ചായത്ത് ചാണ്ടാൾ. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. നീ വിഷമിക്കാതെ ഇതിപ്പോ ശരിയാക്കി തരാം. ഈ യുഗത്തില് ചണ്ടാളനാണ് സ്വയം പ്രഖ്യാപിക്കുന്ന ചണ്ടാളൻ. നാണമില്ല ബ്രാഹ്മണ്യം. ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക കോഴിക്കാലും കടിച്ചു പറിച്ച് അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? അല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ദൈവങ്ങളും ഉണ്ടായത് സമ്പന്നനും സവർണർക്കും വേണ്ടിയാ. ഇന്ത്യയിലെ ദൈവങ്ങളിൽ ഏതെങ്കിലും ദൈവം ആ ദരിദ്രവാസിക്ക് വേണ്ടി ഒരു ദൈവം ഉണ്ടായിട്ടില്ല. ഭംഗിയോട് ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ നൽകുവാൻ ഭാർഗവനായി വന്നു ഉദിച്ച രാമൻ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അതുപോലെ എല്ലാ പ്രപഞ്ചത്തിലും എല്ലാം ബ്രാഹ്മണന് വേണ്ടി കൊടുക്കാനാണ് സകല ദൈവങ്ങളും വന്നത്. കൊന്നത് മുഴുവൻ അസുരന്മാരെയാ. ആ അസുരന്റെ കൂട്ടത്തിൽപ്പെട്ടാ നിൽക്കുന്നത്. അതെങ്ങനെ ശരിയാകും? ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ മണ്ണ് ഞങ്ങളുടേതാണെന്നും ഈ മണ്ണിലെ ദൈവസങ്കല്പങ്ങൾ പ്രകൃതിയാണെന്നും മലകളും നദികളും നിങ്ങൾ നശിപ്പിക്കരുതെന്നും പറയുന്ന ആത്മീയതാണ് എന്റെ ആത്മീയത. പള്ളി ചെന്ന് പറഞ്ഞാൽ അത് അങ്ങ് പള്ളിയിൽ ഞാൻ പള്ളിയിൽ പോകണമെങ്കിൽ എനിക്ക് ആവശ്യമില്ല. എനിക്ക് പ്രകൃതിയാണ് ദൈവം. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ച പ്രകൃതിയും എന്താണ് പ്രകൃതി? ഈ ഉണ്ടായിരിക്കുന്ന സാധനം പ്രകൃതി കിട്ടുകയാണ്. പ്രകൃതി എന്താണ്? പ്രകൃതി എന്താണ്? എന്നിട്ട് ഉണ്ടായതൊക്കെ പ്രകൃതിയാണ്. യൂണിവേഴ്സിറ്റി ഭാഗമല്ലാത്ത എന്തുണ്ട്? ഈ യൂണിവേഴ്സിറ്റി ഭാഗമല്ലാത്ത എന്തുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. മോനും നേരെ നിന്നല്ലോ.